വണ്ടി വന്നു. ആ കുറച്ച് വെയിറ്റ് ചെയ്യട്ടെ. അവര് വെയിറ്റ് ചെയ്യുമ്പോ ഈ നാട്ടുകാർക്കിടയിൽ എന്റെ വെയിറ്റ് ഒന്ന് കൂടും. ആ അത് കൂടും. പക്ഷേ അവര് വെയിറ്റ് പറഞ്ഞ വേറെ ആളെ നോക്കും. അല്ലെങ്കിൽ തന്നെ മാസം 4-5 കളിയേ ഉള്ളൂ. നീ വെയിറ്റ് കൂട്ടി കൂട്ടി അതും കൂടി ഇല്ലാണ്ടാക്കും. എന്റെ അമ്മേ, മലയാള നാടക ലോകത്ത് എനിക്ക് പകരക്കാരനായി ഒരൊറ്റ ആളേ ഉള്ളൂ. ആരാ? ഞാൻ തന്നെ. ഇത് എന്റെ അഭിപ്രായമല്ല, നാടകപ്രേമികൾക്ക് മൊത്തത്തിലുള്ള അഭിപ്രായമാണ്. ഓ എന്ത് കുന്തെങ്കിലും ആവട്ടെ, നീ അങ്ങോട്ട് ചെന്നേ. അവർക്ക് 4 മണിക്ക് കട്ടൻ കിട്ടാനുള്ള അത്രേ. അതെന്റെ ജോലിയല്ല. ഞാൻ നടനാണ്, നടൻ മാത്രമാണ്. 6 സിലിണ്ടർ അല്ലേ? അതെ. എഞ്ചിൻ എങ്ങനെ? എഞ്ചിന് കുഴപ്പമൊന്നുമില്ല. കയറ്റമൊക്കെ നല്ല വലുവായിരിക്കും. ആ നല്ല വലുവാ. അതാ ഇവന്റെ ഒരു കണ്ടീഷൻ. പ്രേമം മടക്കിമുറിയുടെ അച്ഛനല്ലേ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? നല്ല ചായ. പണ്ട് മുതലേ കലാകാരന്മാരുടെ കുടുംബമാണ് ഞങ്ങളുടെ. എൻ്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു, വടക്കേമുറി ഉണിക്കണ്ടൻ നായർ. രാവണവധത്തിൽ ഹനുമാന്റെ വേഷമാണ് കിട്ടുക. ഉടുത്ത് കെട്ടി വന്നാൽ അസൽ ഹനുമാൻ തന്നെ. ആ അമ്മാവന്റെ തനി സ്വരൂപമാ പ്രേമൻ. മതിയച്ച ആളുകളെ വധിച്ചത്. പോവാ. അമ്മാവന്റെ ഹനുമാൻ വേഷത്തിൽ പറഞ്ഞതാ. ഒന്ന് അനക്കി വിട്ട ചേറെ. ഒന്ന് തള്ളിക്കേ. പിടിച്ചേ. കൊടുത്തോ. ഭയങ്കര വരട്ടെ. സതി നിർത്തലാക്കാൻ മുൻകൈ എടുത്തത് ആരാന്നാ പറഞ്ഞേ? ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലേ? അല്ലെന്നോ? എന്നോടോ? നിന്നോടാ ചോദിച്ചത്? ഗോഖല തന്നെ. ഗോഖല തന്നെ. നീ രക്ഷപ്പെടില്ലടാ, നിന്റെ കാര്യം പോക്കാ. ഇങ്ങനെ എല്ലാരും കൂടെ ചവിച്ചാ ഞാൻ ഈ ഗതിയായത്. എങ്ങനെ ശവിക്കാതിരിക്കൂടാ? ഇന്നലെ വരെ രാജാറാം മോഹൻ റായ് എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂറിന് എങ്ങനെയാ ഗോഖലയായത്? ഇത് നിന്റെ അവസാനത്തെ മാർച്ചാ, നോക്കിക്കോ. ഓ എന്താ ഒരു കണിയാന്റെ ചുമ? ഏട്ടനോടൊരു കാര്യം ചോദിക്കാൻ സെക്രട്ടറി പറഞ്ഞു. എന്താ? ഞങ്ങളുടെ ട്രൂപ്പിന് ഒരു വണ്ടി സ്വന്തമാക്കിയാ കൊള്ളാമെന്നുണ്ട്. അതിന് ഒരു ലോണ് ശരിപ്പെടുത്തി തരാൻ പറ്റുമോ? എടാ, വർഷത്തിൽ 10 സ്റ്റേജ് പോലും തേക്കാത്ത നിന്റെ ട്രൂപ്പിന് ലോൺ വാങ്ങിച്ചെന്ന് ഞാൻ വെള്ളത്തിലാവണോ അല്ലേ? 10 സ്റ്റേജോ? ഇപ്പൊ തന്നെ ശാന്തി മുഹൂർത്തം 25 കഴിഞ്ഞു. കളിക്കുന്നിടത്തൊക്കെ നല്ല കൂവലാണെന്ന് കേട്ടു. അത് മറ്റു ട്രൂപ്പുകാർ പറഞ്ഞു പരത്തുന്നതാ. നിന്റെ അഭിനയത്തെ പറ്റി തരക്കേടില്ലാത്ത ബോറഭിപ്രായമുണ്ട്. അത് ഞാനും കേട്ടു. നീ പോടാ തണ്ടി. ഒരു സ്റ്റേജിന് നിനക്ക് എന്ത് കിട്ടും? തരക്കേടില്ലാത്ത വിധം കിട്ടും. കൃത്യമായ സംഖ്യ പറ. അത് 150. 150 രൂപയോ? നിനക്കോ? എടാ സത്യം പറ, ഞാൻ പോയി അന്വേഷിക്കും. അന്വേഷിക്കാം, എന്നാ 100ഓളം വരും. എടാ ശരിയായ സംഖ്യ പറഞ്ഞു. ശല്യം ഇത്, മനുഷ്യന് വിശ്വാസമില്ലാത്ത പോലെ. ആക്ക് വളച്ചാ കളയ പറയും. വച്ചടാ, ഇവിടെ ഇപ്പൊ വലിയ അത്യാവശ്യമൊന്നുമില്ല. കുഴപ്പമില്ല, എന്റെ ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്ത സീസൺ ആവട്ടെ, ഞാനിവിടെ ഒരു കലക്കും. പല വലിയ സമിതിക്കാരും എന്നെ വിളിച്ചിട്ടുണ്ട്. മാസത്തിൽ 30 ദിവസവും കളിയുള്ളവര്. ഓ, മാസത്തിന് 30 ദിവസം ഉണ്ട്, എനിക്കറിയാം. നീ പോയി കുളിച്ചിട്ട് വന്നേ, എന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. എന്റെ അമ്മയെ, ഇന്നലെ വടകരയിൽ ഞങ്ങളെ നാടകം കാണാൻ ഒരു സിനിമാ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. ഭാവി എന്താന്ന് പറയാൻ പറ്റില്ലോ, ചിലപ്പോ എന്റെ ചിത്രവും ചുവരിന്റെ മേലെ വരും. പോയി കുളിക്കടാ. അവിടെ ആ പുളിമരത്തിന്റെ ചോട്ടില് അധികാരിന്റെ മോള് വന്ന് നിൽക്കുന്ന പോലെ തോന്നുന്നു. അന്നൊക്കെ എത്ര ദൂരെ നിന്നാലും അവളുടെ കണ്ണിലെത്തി എന്റെ നെഞ്ചു പൊള്ളിക്കുമായിരുന്നു. ഭാനു അല്ലേ? അവക്കിപ്പോ കൊച്ചുങ്ങൾ 2ആയി. ഞാൻ കണ്ടിരുന്നു. മനസ്സിലെ വിഗ്രഹം ഉടഞ്ഞു. പാവാടയും ധാവണിയും തന്നെ അവൾക്ക് ചേർച്ച. ആ ഗോപാലൻ കോൺസ്റ്റബിളിന്റെ മോള് വളർന്നു പോയോ? ഒരൊറ്റ എണ്ണത്തിന് നീ മറന്നിട്ടില്ല അല്ലേ? മരുഭൂമി കിടക്കുമ്പോ ഈ ഓർമ്മകളൊക്കെ അല്ലേടാ ആകെ ഒരു മരിപ്പച്ച. പിന്നെ നിന്റെ ട്രൂപ്പില് നല്ല പെൺകുട്ടികളൊക്കെ കാണുമായിരിക്കല്ലേ? എന്തിനാ? അല്ല, ഞാനൊരു നാടക ട്രൂപ്പ് തുടങ്ങട്ടെ. ഉദ്ദേശം? അത് എനിക്ക് അഭിനയിക്കണമെന്നുണ്ട്. പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? വേണ്ട, ഗൾഫ് വിട്ടു വരുന്ന എല്ലാ മലയാളികളും ചെയ്യുന്നതൊക്കെ നീയും ചെയ്താൽ മതി കേട്ടാ. എന്ന് വെച്ചാൽ ഒരു കളർ ഫോട്ടോ സ്റ്റുഡിയോ, അല്ലെങ്കിൽ ഒരു വീഡിയോ ഷോപ്പ്, ഇതൊക്കെ തന്നെ നീയും ചെയ്താൽ മതി. അഭിനയം എന്ന് പറയണത് അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു സിനിമ എടുക്ക്, എന്നെ നായകനാക്കിയിട്ട്. അങ്ങനെ തൊലയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്റെ അമ്മോ, മുങ്ങിയ
മിസ്റ്റർ ശിവൻ. മിസ്റ്റർ ശിവൻ ആരാണ്? എന്താ? സ്വല്പം പേഴ്സണലാണ്. ഒരു മിനിറ്റ് മാഷേ. തിരുനെല്ലിക്കാട്ടിൽ വെച്ച് പോലീസിന്റെ വെടിയേറ്റ് മരിച്ച വർഗീസ് എന്ന നെക്സലൈറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം എന്റെ സുഹൃത്തായിരുന്നു. തൽക്കാലത്തെ ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ നാടകത്തിലോട്ട് മാറിയെന്നേ ഉള്ളൂ. പക്ഷെ പ്രസ്ഥാനത്തിലെ പലരും ഇപ്പോഴും എന്റെ സുഹൃത്തുക്കളാണ്. അല്ല, ആരാ നിങ്ങള്? ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? ഒരു കോങ്ങാടും മറ്റൊരു തലശ്ശേരിയും ഇവിടെ ആവർത്തിപ്പിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കിക്കോളൂ. താൻ പഠിപ്പിക്കുന്ന പെമ്പിള്ളേരെ പിഴപ്പിക്കാൻ നടക്കുകയാണ് അല്ലേ? നിങ്ങൾക്ക് ആള് മാറിയെന്ന് തോന്നുന്നു. ഇല്ല, ഇനി ഇത് തുടർന്നാൽ തന്റെ ആൾ രൂപം ഞങ്ങൾ മാറ്റും. രമ ഞങ്ങളുടെ ഒറ്റപ്പങ്ങളാണ്. ഓ, ഇപ്പൊ മനസ്സിലായി. നാടകപ്രാന്തനായ ഒരു ചേട്ടനുണ്ടെന്ന് രമ പറഞ്ഞിരുന്നു. പേര് ചന്ദ്രൻ തെക്കേ മുറി അല്ലേ? അല്ല, പ്രേമം വടക്കേ മുറി. ആ, അത് തന്നെ. ഏതോ ഒരു മുറിയുള്ള കാര്യം അറിയാമായിരുന്നു. നിങ്ങളുടെ പുതിയ നാടകത്തിന്റെ പേര്? ശാന്തി മുഹൂർത്തം. ആ, ഏതോ ഒരു മുഹൂർത്തം. അത് കാണേണ്ട ഗതികേട് എനിക്കുണ്ടായി. നിങ്ങളുടെ റോളും ശരിയായില്ല, അഭിനയം മഹാബോറും. ഇപ്പോ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്ന നാടകത്തില് എനിക്ക് നല്ല റോളാണ്. ഞാൻ കലക്കും. എനിക്ക് പ്രതീക്ഷയില്ല. ഇല്ലേ, വേണ്ട. പ്രേമിക്കുന്നെന്ന് പറഞ്ഞ് എന്റെ പെങ്ങളുടെ പുറകെ താൻ ഇനി നടക്കരുത്. സുഹൃത്തെ, ഞാൻ എഴുതിയ ചില കവിതകളിൽ കടന്നു വരാറുള്ള തത്വങ്ങളെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ലോക സമസ്ത സുഖിനോ ഭവന്തു, മാ ഫലേഷു കഥാചന. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന് വെച്ചാൽ ചിറകറ്റ പക്ഷിക്കു ചിറകുമായി നീ ഇനി പിറകെ വരല്ലേ വരല്ലേ. അവസാന യാത്ര പറഞ്ഞു നീ ഇനിയും വരല്ലേ വരല്ലേ. നീ തന്നെ ജനനവും സന്ധ്യേ, നീ തന്നെ മരണവും സന്ധ്യേ. നീ തന്നെ ജനനവും നീ തന്നെ മരണവും നീ തന്നെ സന്ധ്യേ. ചിറകറ്റ പക്ഷിക്കു ചിറകുമായി നീ ഇനി പിറകെ വരൽ. ഇഷ്ടക്കേടുണ്ടായിട്ടല്ല, പക്ഷെ ഇത്ര പെട്ടെന്നൊരു കല്യാണം ഇപ്പൊ തന്നെ പോയി കെട്ടണ്ട. ഉറപ്പ് കഴിഞ്ഞ് നിശ്ചയിച്ച് മുഹൂർത്തം കണ്ടുവച്ച്. അതല്ല, സിനിമാക്കാരെപ്പോഴാ വിളിക്കാന്നറിയില്ല. ഞാൻ പെണ്ണ് കെട്ടിയവനാണെന്ന് നാനയിലോ ചലച്ചിത്രത്തിലോ മറ്റോ ന്യൂസ് വന്നാൽ എന്റെ ഇമേജ് ഇടിയും. സ്ത്രീ ഓഡിയൻസിന്റെ ഇടയ്ക്ക് എന്റെ മാർക്കറ്റ് പൊളിയും. ഇവൻ വിട്ടിയാന്ന് ഞാൻ പറയുമ്പോ നീ വിശ്വസിക്കാറില്ലല്ലോ. ഇപ്പൊ എന്ത് തോന്നുന്നു? ദൈവകൃപ കൊണ്ട് ഒരു സിനിമാക്കാരനും ഒരു കാലത്തും എന്റെ നിന്നെ വിളിക്കുകയല്ല, അതെനിക്ക് ഉറപ്പാ. ചിലപ്പോ വിളിക്കുമായിരിക്കും. ആ എടാ, സ്ഥിര വരുമാനമില്ലാത്ത നിന്റെ കൂടെ പെണ്ണെ അയക്കുന്നതിന് ആ വീട്ടുകാർക്ക് സ്തുതി കൊള്ളണം. നാടക ലോകത്ത് എനിക്കുള്ള പേര് ചേട്ടൻ അറിയില്ലേലും അവർക്കറിയാം. ഞങ്ങളുടെ വയലേലകളിൽ കിളികൾ പാടുന്നു എന്ന നാടകത്തിന്റെ വീഡിയോ കാസറ്റ് ദുബായിൽ ഇറങ്ങി. അത് അവനും കണ്ടിരിക്കും, ചുമ്മാതൊന്നും അല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോ സമയം കളയണ്ട. പ്രേമന് ഇന്ദുവിന് ഇഷ്ടമാണോ അല്ലയോ? ആ എടാ, 2 കല്യാണം ഒരുമിച്ച് നടത്തിയാൽ ചെലവ് അത്രയും കുറയും. അതുകൊണ്ടാ. അല്ല, അതല്ല, സിനിമയിലെ ചാൻസ്. മണ്ണാൻ കട്ടി ഒന്ന് പോടാടുന്നു. ചേട്ടൻ ചൂടായിട്ട് കാര്യമൊന്നുമില്ല. കെട്ടിക്കളിയല്ലേ? പ്രായവും കടന്നു പോകുന്നു. എങ്ങനുണ്ട്? രമയ്ക്ക് സ്വർണം വാങ്ങിക്കാൻ പ്രോബ്ലം വേണ്ടെന്ന് കാശെടുക്കണം അച്ഛൻ. ആ വേലാതി കിടയില അവൻ്റെ ഒരു ഇളിഞ്ഞ പോസ് കാണിക്കല്. പണം എടുക്കാതെ വെക്കൂ. ബാങ്ക് ഉദ്യോഗസ്ഥന്റെ പെങ്ങളാവുമ്പോ അല്ല, അതിന്റെ ഒരു വെയിറ്റിൽ വേണമല്ലോ രമയെ പന്തലേക്ക് ഇറക്കാൻ. ക്ലാസ്സിങ് ആണ്. സംഭാവനക്കാരുടെ ലിസ്റ്റ് എടുപ്പായിരുന്നു. പണത്തിന്റെ കണക്ക് തലേ കയറിയ മനുഷ്യന്റെ വിവേകം നശിക്കും. ഉണ്ണിയേട്ടന്റെ കണ്ണില് ലോകം മൊത്തം ഒരു ബാങ്കാ, വേൾഡ് ബാങ്ക്. വല്ല നാടകത്തിലോ മറ്റോ ആയിരുന്നെങ്കിൽ ഇതുപോലൊരു രംഗത്ത് എടോ നിഷ്ഠുര കാപാലിക, ഇന്നെന്റെ ആദ്യ രാത്രിയാണ്, തന്റെ പണക്കണക്ക് പോയി തൊലയട്ടെ എന്നൊരു ഡയലോഗ് കാച്ചാമായിരുന്നു. പഴങ്ങളുടെ തട്ടവിടെ, ആപ്പിളും ഓറഞ്ചും ഒക്കെ അങ്ങനെയാണല്ലോ രീതി. പിന്നെ ഒരു ഗ്ലാസ് പാല്. സിനിമയിലൊക്കെ ആദ്യ രാത്രി തുടങ്ങി കണ്ടിട്ടുള്ളത് ഇതൊക്കെ നല്ലോണം ഭക്ഷിച്ചോണ്ടാ. പാലുണ്ടായിരുന്നു, തണുത്തു തുടങ്ങിയപ്പോ ഞാൻ കുടിച്ചു. ഓ, അപ്പൊ ദൈവത്തിനുള്ളത് പൂജാരി വിഴുങ്ങി. കുഴപ്പമില്ല,
തൽക്കാലം ഈ ദൈവം ശപിക്കുന്നില്ല. മാത്രമല്ല വരം വല്ലവും വേണേ ചോദിക്കുകയും ആവാം. ഒടുവിൽ പറഞ്ഞത് കാര്യമായിട്ടാണ്. ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഇന്ദുവിന് തുറന്നു പറയാം. എന്നാ പറയട്ടെ. തീർച്ചയായും. നാടകത്തിൽ അഭിനയിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാനോ? ആദ്യ രംഗത്ത് തന്നെ ആന്റി ക്ലൈമാക്സ് വേണോ എന്റെ ഭഗവാനെ? കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ഞാൻ കരുതി നീ ഒരു മാലാഖയായിരിക്കുമെന്ന്. ദേവി, എനിക്ക് തെറ്റിപ്പോയി. സത്യത്തിൽ നീ ഒരു കാളസർപ്പമായിരുന്നു. കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ചേച്ചി പറഞ്ഞത് കേട്ടോ, നമ്മളോട് പുറത്തൊക്കെ ഒന്ന് പോയി വരാൻ, വല്ല സിനിമയ്ക്കോ മറ്റോ. അതൊന്നും വേണ്ട. കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ഞാൻ കരുതി അത് ഇവിടെ ഇപ്പോ നല്ല സിനിമയൊന്നും ഓടുന്നില്ല. നല്ലതോ ചീത്തയൊന്നും കണ്ടാലല്ലേ പറയാൻ പറ്റൂ. ഇപ്പോ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന പടങ്ങളുടെ അഭിപ്രായം അറിഞ്ഞുകൊണ്ട് പറഞ്ഞാ ഞാൻ കണ്ടുമുട്ടിയ ആദ്യ. എനിക്ക് ചീത്ത പടം കണ്ടാ മതി. അങ്ങനെ ഇപ്പൊ കാണണ്ട. കൂടെ കൊണ്ടുപോകാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ മതി. അതല്ല, സത്യം പറയാലോ, നമ്മൾ ഒന്നിച്ച് പകൽ വെളിച്ചത്തിൽ നടന്നാല് അതെന്റെ ഇമേജിന് സ്വല്പം മോശമാണ്. എന്ന് വെച്ചാൽ എന്റെ ലേഡീസ് ഓഡിയൻസ് അപ്സെറ്റ് ആവും. മോഹൻലാൽ പെണ്ണ് കെട്ടാൻ പോകുന്ന വിവരം അറിഞ്ഞ് അയാളുടെ എത്ര ലേഡീസ് ഫാൻസാ നിരാശപ്പെടുന്നതെന്ന് അറിയുമോ നിനക്ക്? കെട്ടാത്ത നടന്മാരെ ആ ലേഡീസിന് ഇഷ്ടം. ലേഡീസിന് മാത്രമല്ല, എല്ലാവർക്കും. പിന്നെന്തിനാ കിട്ടിയത്? അല്ലെങ്കിൽ നിങ്ങൾ മോഹൻലാലും മമ്മൂട്ടിയൊന്നല്ലോ. ഇപ്പോഴല്ല, നാളെ ചിലപ്പോ ആയിക്കൂടൊന്നില്ലല്ലോ. വടകരയില് ഞങ്ങളുടെ നാടകം കാണാൻ വന്ന സിനിമാ പ്രൊഡ്യൂസർ എന്നെ കനത്ത രീതിയിലൊന്ന് നോട്ടോട്ടിരിക്കുകയാണ്. തമാശയല്ല, ഒരു മഹാൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു യഥാർത്ഥ കലാകാരന്റെ അമ്മ അവരുടെ 70-ാം വയസ്സിലും ചെരുപ്പില്ലാതെ നടക്കും. അവന്റെ ഭാര്യ പട്ടിണി കിടന്ന് നരകിക്കും. ഇന്ന് ഒരു ദിവസത്തേക്ക് ഈ തത്വമൊക്കെ മറക്കാം. മുഖം വീർപ്പിക്കണ്ട. ഉച്ച കഴിഞ്ഞിറങ്ങാം. ഒരു കറക്കം, ഒരു മാറ്റിനി. ചെല്ലു, ഒരു ചായ ഇട്ടുകൊണ്ടുവാ. ചെല്ലാൻ. കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ഞാൻ കരുതി നീ ഒരു മാലാഖയായിരിക്കുമെന്ന്. ആവൂ, ഞങ്ങൾ സംശയിച്ചിരിക്കായിരുന്നു. പ്രോഗ്രാം നേരത്തെ പറയാത്തതുകൊണ്ട് പ്രേമൻ ഇവിടെ കാണുമെന്ന്. കവിതാലയക്കാരുടെ ഹീറോയിനിക്ക് സുഖമില്ല, അതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു പകരക്കളി വീണ് കിട്ടി. നമുക്ക് പോയിക്കളെ. ഇന്ന് വേണ്ടെന്ന് പറയുന്നേ. അത് പറ്റില്ല. ആ മഹാൻ കലാകാരന്മാരെ പറ്റി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ? ഒരു യഥാർത്ഥ കലാകാരന്റെ ഭാര്യക്ക് ഇതുപോലുള്ള പല ദുർഘട ഘട്ടങ്ങളെയും അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. പരീക്ഷണമാണ് കുട്ടി, പരീക്ഷണമാണ്. പ്രേമനോ? ഞാൻ ഇവിടെ അങ്ങോട്ട് അയക്കാൻ തുടങ്ങിയായിരുന്നു. ഇനിയിപ്പോ നിങ്ങൾ ഒന്നിച്ചു വയ്ക്കോ. അമ്മേ, ഇത്രേ ഉള്ളു കാര്യം. ഞാൻ വന്നത് കുറ്റബോധം കൊണ്ടൊന്നുമല്ല, ഈ ഒരു കാരണം കൊണ്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാ. നടന്നോ. കൊടുക്കാവുന്ന ഒരു ഡോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി വേദനിപ്പിക്കണ്ട. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നേ ഉള്ളൂ. അവള് പാവാ. ശരി, അങ്ങനെ ആട്ടെ. അവൾക്ക് വല്ലാത്ത വിഷമമായിട്ടുണ്ടാവും. കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഈ ഒരു വിഷമം നല്ല. ഇന്നലെ മെനയാന്നായിട്ട് 2 കളി ഉണ്ടായിരുന്നു. എന്താ അമ്മേ, എന്താ ഉണ്ടായത്? എന്തിനാ അമ്മ കരയുന്നെന്ന്? എന്തു അമ്മ എന്തിനാ കരയുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? അച്ഛനും ഉണ്ണേട്ടനും തമ്മിൽ വഴക്കായി. എനിക്ക് ഏട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ബാങ്കിന്റെ കാര്യം വല്ലതാണോ? അല്ല. എന്നാ ഇപ്പൊ പറ്റില്ല. പിന്നെ എപ്പോ പറ്റും? 5 മണി കഴിയും. ഞാൻ വെയിറ്റ് ചെയ്യാം. നീ എന്നെ ഉപദേശിക്കാനാ പുറപ്പാടല്ലേ? കാര്യം പറയുന്നത് ഉപദേശമാകുന്നത് എങ്ങനെയാ? അല്ലടാ, കുറ്റം മുഴുവൻ എന്റെ. നിങ്ങളൊക്കെ നല്ലവരും, എല്ലാരും എനിക്കറിയാം. കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അധികം പറ്റായി.
ഇതെങ്കിലും മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടാ ഈ വീക്കാവും പാസ്സായി ബാങ്കിൽ പോയിരിക്കുന്നത്? വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കുന്നത് എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്. നാട്ടുകാരെ കൊണ്ട് ഞാനാണോ പറയിക്കുന്നേ? അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ എന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ അതും കേട്ട് ഗണിച്ചുകൊണ്ടിരിക്കാൻ എന്നോട് പറ്റില്ല. അത് തെമ്മാടിത്തരമാണെങ്കിൽ ആ തെമ്മാടിത്തരം ഇനിയും ഞാൻ ചെയ്യും. ചേട്ടൻ ഒരു കാര്യം ചെയ്യും. അത്ര നിർബന്ധമാണെങ്കിൽ ബാങ്കിനടുത്ത് എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് എടുത്തോളൂ. ജോലിക്ക് പോകാനുള്ള സൗകര്യത്തിനാണെന്ന് ആളുകൾ ധരിച്ചോളൂ. എന്തായാലും ഒരു വീട്ടിൽ രണ്ടടുപ്പ് വേണ്ട. എങ്ങനെ 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 വേറെ വീട് വാടകയ്ക്കെടുത്ത് ഞാൻ മാറണം അല്ലേ? നിന്റെ ഉള്ളിൽ ഇതിപ്പോ എനിക്കിപ്പോ മനസ്സിലായടാ. അങ്ങനെ എന്നെ അവിടെ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കുക. അങ്ങേത് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, നീ അത് കുറച്ച് മയത്തിൽ പറഞ്ഞു. അയ്യോ അതല്ല ഉണ്ണിയേട്ടാ. വേണ്ടടാ, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും ഈ കൃഷ്ണൻ ഉണ്ണിക്കുണ്ട്. കുന്തുണ്ട്. എന്ത് പറഞ്ഞാലും ദോഷം മാത്രം കാണുന്ന ഒരാളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തെളിച്ചു പറയടാ. പോത്തിന്റെ ചെവിയിൽ വേദമോതരുത്, അതല്ലേടാ നീ ഉദ്ദേശിച്ചത്? മനുഷ്യനെ വട്ടുപിടിപ്പിക്കരുത്. അച്ഛൻ പറഞ്ഞതാ ശരി. അച്ഛൻ എന്തു പറഞ്ഞു? എന്നോട് മിണ്ടരുത്, ഞാൻ താമസിക്കുന്നിടത്ത് വരരുത്, അല്ലേ? അച്ഛൻ പറഞ്ഞാ ശരി. ഹാജിയാര് വനത്തിൽ നിന്ന് തടി കൊണ്ടിരുന്ന ജോലിക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കള്ളത്തറിയാ, എന്നാലും കാശ് കിട്ടും. പിന്നെ വക്കീൽ നാരായണമേനോന്റെ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ജോലിയും ഏൽപ്പിച്ചിട്ടുണ്ട്. ആ വകയിലും കുറച്ച് പൈസ വരും. എന്നാലും കുറച്ച് സമയം ബാക്കി വരും. നിന്റെ പരിചയത്തിൽ ആർക്കെങ്കിലും ഒരു പകരക്കാരൻ ഡ്രൈവറെ വേണ്ടി വരുമോ? കടം വീട്ടിന്റെ മോനെ. അമ്മേ, ഞാൻ ഇനി നാടകത്തിന് പോകുന്നില്ല. നാരായണൻകുട്ടി മേനോന്റെ റേഷൻ കടയിൽ കാർഡ് പതിപ്പിക്കാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞിരുന്നു. ശമ്പളം കുറച്ചേ ഉണ്ടാവും, എന്നാലും സ്ഥിരമായിട്ടൊരു വരുമാനമാവുമല്ലോ. മാത്രമല്ല കുറച്ചു കാലം കഴിഞ്ഞാൽ അതിന്റെ നടത്തിപ്പ് നമുക്ക് കിട്ടുമോ നോക്കാം. നാടകം നിർത്തുമെന്ന് പറയുമ്പോ നിനക്ക് അതൊന്നും സാരമില്ലമ്മേ. അച്ഛനെ സഹായിക്കാൻ ഞാൻ ആലോചിച്ചിട്ട് വേറെ മാർഗമൊന്നും കാണുന്നില്ല. നമസ്കാരം. നമസ്കാരം. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല. എൻ്റെ പേര് AN ഗണേഷ്, നാടകകൃത്താണ്. പിന്നെ കൽപ്പന തിയേറ്റേഴ്സിന്റെ സെക്രട്ടറിയുമാണ്. ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. ഞാനിവിടെ വന്നത് അടുത്ത കൊല്ലം പ്രേമൻ ഞങ്ങളുടെ ട്രൂപ്പിൽ സഹകരിക്കണമെന്ന് പറയാനാണ്. പ്രേമന് ചെയ്യാൻ പറ്റിയ നല്ലൊരു വേഷമുണ്ട്. ഞാനിപ്പോ നാടകത്തിനൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ആശാനെ, ഇങ്ങനൊരു അവസരം പിന്നെ കിട്ടില്ല. ഞങ്ങളുടെ ബാനർ വാല്യൂ അറിയാമല്ലോ. നമ്മുടെ ടീക്കയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഞാനത് ആശാനെ, കാശിന്റെ കാര്യത്തിൽ പേടിക്കണ്ട. ഇതാ 5000 രൂപയുണ്ട് അഡ്വാൻസ്. ഓരോ നാടകത്തിനും 25 വെച്ച് പിടിക്കും. ബാങ്ക് ഉദ്യോഗസ്ഥന്റെ കണ്ണില് നാടകക്കാരൻ വെറും 7-ാം കൂലിയാ. 5000 രൂപയുണ്ട്. ഇതങ്ങോട്ട് കൊടുത്തേക്കച്ചാ. സംശയിക്കണ്ട, കട്ടതും പിടിച്ചു പറിച്ചതൊന്നുമല്ല. വേണമെങ്കിൽ ഇനിയും എനിക്ക് സംഘടിപ്പിക്കാൻ പറ്റും, പറഞ്ഞാൽ മതി. വേണ്ട, അത്രയും രൂപ ഉണ്ടാക്കാൻ ഞാൻ മതി. അച്ഛന് സുഖമില്ല. ഈ അവസ്ഥയിൽ മേലണെങ്കിൽ ഒന്നും ചെയ്യരുത്. അറിയാം, അന്യരോട് വാങ്ങാം. സ്വന്തം മക്കളോട് കാശ് വാങ്ങിക്കുന്ന ഏർപ്പാട് ഞാൻ നിർത്തി. പെട്ടെന്നൊരു ദിവസം നീയും ചോദിക്കലടാ, എന്റെ കാശ് എവിടെയെന്ന്. ഞാൻ വേണ്ട, മൂത്തവൻ എന്റെ ശത്രുവായി. പൈസയുടെ പേര് നീയും എന്നെ വെറുക്കുന്നത് എനിക്ക് വിഷമമുള്ള കാര്യമാണ്.